ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് മൊബൈലിൽ എങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാം എന്നുള്ള ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ്, അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് മൊബൈലിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന പിക്സൽ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് നമ്മൾ പരിചയപ്പെട്ടു. എന്താണ് ക്യാൻവാസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്വിക്ക് ആക്ഷൻ ബാറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതായത് വേഗത്തിൽ പ്രവർത്തനം നടത്തി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ഷൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ ആ ആക്ഷൻ ബാർസിൻ്റെ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിക്സലാബിലെ പ്രധാനപ്പെട്ട ടൂൾസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് ഈ ടൂൾസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യണം എന്ന് വിചാരിക്കാം. ഇപ്പം എന്നോട് പറയുകയാണ്, ഒരു വ്യക്തി വിളിച്ചിട്ട് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു കോളേജിൽ ഒരു രക്തദാന ക്യാമ്പ് ഉണ്ട്, സോ എനിക്കൊരു പോസ്റ്റർ ചെയ്യണം. പോസ്റ്റർ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ആ ഇൻസ്റ്റഗ്രാം സൈസിൽ പോസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം ആ പോസ്റ്റർ ചെയ്യാൻ വേണ്ട പ്രതലം അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ സൈസ് നമ്മൾ എടുക്കേണ്ടി വരും, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് തന്നിട്ടുള്ള ഒരു ക്യാൻവാസിൽ നമുക്ക് പോസ്റ്റർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇൻസ്റ്റഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ചില ഇമേജിൻ്റെ സൈസസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻസ്റ്റഗ്രാമിൽ സ്ക്വയർ ടൈപ്പ് ഇമേജസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, അതുപോലെ പോർട്രേറ്റ് സൈസും അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റേഷ്യോ വരുന്നത് 1:1 ആണ്. പോർട്രേറ്റ് സൈസ് ആണെങ്കിൽ 4:5 ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷൻസിലും സപ്പോർട്ട് ചെയ്യുന്ന റേഷ്യോ ഉണ്ട്. ആസ്പെക്ട് റേഷ്യോ എന്നാണ് പറയുക. അതായത് ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൂടിയ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു യൂണിറ്റിനെയാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് സൈസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, ആ സൈസിൽ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 3 ഡോട്ട്സ് കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഇമേജ് സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. ഇപ്പോൾ ഇതിൽ കസ്റ്റം എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. കസ്റ്റം 4:5 ആണ് എടുക്കുന്നത്. നിങ്ങളതിൽ ചിലപ്പോൾ 1:1 ആയിരിക്കാം. അപ്പോൾ കസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഇതിൽ സൈസസ് മാറ്റാൻ പറ്റും. അതുകൂടാണ്ട് ഇവിടെ ഒരു ആരോ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള സൈസസ് കാണാം. സ്ക്വയർ, പ്രൊഫൈൽ പിക്ചർ സ്ക്വയർ, യൂട്യൂബ് ചാനൽ ബാനർ, യൂട്യൂബ് തംബ്നെയിൽ, ഫേസ്ബുക്ക് കവർ ആർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഫേസ്ബുക്കിൻ്റെ തംബ്നെയിലിൻ്റെ സൈസ് അറിയില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇവിടെ ആസ്പെക്ട് റേഷ്യോ 16:9, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1250 പിക്സൽ, ഹൈറ്റ് 720 പിക്സൽ. അപ്പോൾ ഞാനത് ഓക്കെ കൊടുത്താൽ കണ്ടോ, ഇതാണ് യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഡിസൈൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രക്തദാനത്തിൻ്റെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുകയാണ്. ഒരു കോളേജിൽ ഇങ്ങനെ രക്തദാനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇത്ര മണിക്കാണ് ആ ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ട് എന്നുള്ള രീതിയിലൊരു വെന്യൂം ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഇമേജിൻ്റെ സൈസ് എടുത്തിട്ട് ഇതിൽ കസ്റ്റം സെലക്ട് ചെയ്യുക. ഇവിടെ കസ്റ്റം എന്ന് കാണാം, സെലക്ട് ചെയ്യുക. ഇതിൽ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഒന്നിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ പോർട്രേറ്റ് സൈസിൻ്റെ സൈസ് അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്യുക, പോർട്രേറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഇമേജ് ആസ്പെക്ട് റേഷ്യോ എന്നോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ 1080 ആണ് അതിൻ്റെ വിഡ്ത്ത് വരാം. ഹൈറ്റ് എന്ന് പറയുന്നത് 1350 ആണ്. ഇത് പിക്സൽസ് ആണ് ഇതിൻ്റെ യൂണിറ്റ്, പിക്സൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4:5 ആണ് ആസ്പെക്ട് റേഷ്യോ വരുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സൈസാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പോർട്രേറ്റ് സൈസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1:1 എന്ന് പറയുന്ന സൈസിലും നമുക്ക് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്കെല്ലാം ഇപ്പോൾ ഫോട്ടോസും ലോഗോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ വളരെ ചുരുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ചിലപ്പോൾ അവർ പറയുകയാണ് സ്റ്റോറി ഇടാനാണ് എനിക്ക്, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു സൈസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ആസ്പെക്ട് റേഷ്യോ നോക്കാം, അതനുസരിച്ച് അല്ലെങ്കിൽ പിക്സൽ സൈസിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ,
അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാനാണ്. നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം ആസ്പെക്ട് റേഷ്യോ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോവാം. നമുക്കിനി ടൂൾസിനെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ബോട്ടം സൈഡിൽ കാണുന്ന ഓപ്ഷൻസ് ആണ് ടൂൾസ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനെ പ്രീസെറ്റ്സ് എന്നാണ് പറയുക. ഈ കാണുന്ന ഈ ട്രയാങ്കിൾ പോലെ 3 സർക്കിൾസ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷനെയാണ് പ്രീസെറ്റ് എന്ന് പറയുക. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്ന ഒരു ഗ്രീൻ ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കീപ് കാം ആൻഡ് ന്യൂ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രീസെറ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കൺഫർമേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു മെസ്സേജ് പോലെ വന്നിട്ടുണ്ട്. ആർ യു ഷുവർ യു വാണ്ട് ടു ഓപ്പൺ ദി പ്രൊജക്ട്, എനി പ്രോഗ്രസ് വിൽ ബി ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു പ്രീസെറ്റിലേക്ക് മാറുകയാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സൈസസ് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും, എല്ലാം ലോസ്റ്റായി പോകുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4:5 ക്രിയേറ്റ് ചെയ്തുള്ള ആ ഒരു സൈസ് അല്ലെങ്കിൽ ആ ഒരു ക്യാൻവാസ് നഷ്ടപ്പെടും. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ പുതിയൊരു പ്രീസെറ്റിൻ്റെ സൈസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഡീഫോൾട്ടായിട്ടുള്ളൊരു സൈസസ് കൊടുക്കുകയാണ്. അതായത് ഇത് 1:1 ആണ് എടുക്കുന്നത്. ഡീഫോൾട്ടായിട്ടുള്ളൊരു പ്രീസെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പ്രീസെറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രീസെറ്റ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചറും മാറ്റം ഉണ്ടാവും. ടെക്സ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. 3D ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഡിസൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടന്റ് ആണ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നെക്സ്റ്റ്. അപ്പോൾ എ പോലെ കൊടുത്തിട്ട് കാണും, ഒരു ക്യാപിറ്റൽ ലെറ്റർ എയുടെ ഒരു ഐക്കൺ കാണാം, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ടെക്സ്റ്റ് ഓൾറെഡി സെലക്റ്റഡ് ആണല്ലേ, ഒരു ടെക്സ്റ്റ് ഉണ്ട് ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നത്. ഈ ഓരോ ഓപ്ഷൻസും ഈ ടെക്സ്റ്റിനെ ഇങ്ങനെ ഓൾട്ടർ ചെയ്യാം, മനോഹരമാക്കാം. ഈ ടെക്സ്റ്റിൻ്റെ റിലേറ്റഡ് ആയുള്ള പല രീതിയിലുള്ള അലൈൻമെൻറ്റ് ചെയ്യുന്നതും ടെക്സ്ചറും അതുപോലെ ഇതിന് ഷേഡോ കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തത് ഡിലീറ്റ് ബട്ടൺ അമർത്താണ്. ഇതിൽ ഡിലീറ്റ് എന്ന് കാണാം, ഡിലീറ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ആ ഒരു എ എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള വരുന്ന ഓപ്ഷൻ. ഒന്ന് ടെക്സ്റ്റും ഒന്ന് കോഡ്സും. കോഡ്സ് എന്താണെന്ന് നേരത്തെ നമ്മൾ ആ ക്വിക്ക് ആക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ കോഡ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് കോഡ്സ് ഉണ്ട്. ഇംഗ്ലീഷിലും ഉണ്ട്, അതുപോലെ ഫ്രഞ്ചിലും കോഡ്സ് ഉണ്ട്. മോട്ടിവേഷൻ കോഡ്സ് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്, അത് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കോഡ്സ് എടുത്തിട്ടുണ്ട്. കോഡ്സ് എടുക്കുമ്പോഴും സെയിം തന്നെ ആ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഷേഡ് ആഡ് ചെയ്യാൻ, ടെക്സ്റ്റിനെ 3D ആക്കാൻ, റിഫ്ലക്ഷൻ കൊടുക്കാൻ, അലൈൻമെൻറ്റ് കൊടുക്കാൻ, റൊട്ടേറ്റ് ചെയ്യാൻ, ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്യാൻ, ഒപ്പാസിറ്റി, അതുപോലെ ടെക്സ്റ്റിന് കളർ മാറ്റാൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഓക്കെ, ഞാൻ അതും ഡിലീറ്റ് ചെയ്യാണ്. ഇത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് ഞാൻ. അത് കൊടുക്കുമ്പോൾ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ന്യൂ ടെക്സ്റ്റിനെ ഞാൻ ഇവിടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട് ടെക്സ്റ്റിൻ്റെ, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റൈൽ ഇത് എടുക്കുകയാണെങ്കിൽ ബ്രൗസ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ സാമ്പിൾ, ഒരുപാട് സാമ്പിൾസ് ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു ബ്രൗസ് ചെയ്തിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റിന് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഈ പാഡിങ്, മാസ്ക്, വ്യൂ, അതുപോലെ ഫോണ്ടിൻ്റെ സൈസുകൾ, ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം നമുക്ക് ഒരെണ്ണം ചെയ്തിട്ട് സേവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അൺഡു ചെയ്യാണ്. ഇവിടെ കാണാം ബാക്ക്വേർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്, അത് ക്ലിക്ക് ചെയ്ത് അൺഡു ചെയ്യാണ്, പഴയ അവസ്ഥയിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി ഈ ടെക്സ്റ്റിനെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാമെന്നാണ്, ഈ ഓപ്ഷൻസ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ആദ്യം എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. നിങ്ങൾക്കറിയാം എഡിറ്റ് എന്തിനാണ്, നമുക്ക് ആ ടെക്സ്റ്റിനെ എഡിറ്റ് ചെയ്യാനാണ് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ഞാൻ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ കൊടുക്കുകയാണ്. അതായത് പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം ഞാൻ ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ആവും, അൺഡു ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. അതായത് ബാക്ക്വേർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്താണുള്ളത്, കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ. കോപ്പി ചെയ്തു. അപ്പോൾ കോപ്പി ചെയ്തപ്പോൾ ഒരു കോപ്പിയും കൂടി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ടു ഫ്രണ്ട് ടു ബാക്ക് എന്നുള്ള ഓപ്ഷനാണ്. അതെന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, എങ്കിലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്കൊരു ടെക്സ്റ്റിന് കളർ കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ കളർ ഉണ്ട്, ഞാൻ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കളർ കൊടുത്തു.
ഇത് നമുക്ക് നോക്കാം. ഈ വൈറ്റിൻ്റെ മുകളിലായിട്ടാണ് ഈ പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറിൽ ഒരു ഏകദേശം ഒരു നീല അല്ലെങ്കിൽ ഒരു വയലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് താഴോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് താഴോട്ട് പോയി. ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്താലും മുകളിലോട്ട് വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ പർപ്പസ്. അതായത് നമ്മൾ കുറേ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ടെക്സ്റ്റും ഇമേജസും ഒക്കെ മുകളിലും താഴൊക്കെ ആയിട്ട് വന്ന് കിടക്കും. അപ്പോൾ അതിനിങ്ങനെ താഴോട്ട് എടുത്ത് വെക്കാനും മുകളിലോട്ട് കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, ഞാൻ ഡിലീറ്റ് ചെയ്യാണ് തൽക്കാലം. എന്നിട്ട് ഞാനത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമാണ് ഈ കാണുന്ന ഓപ്ഷൻസൊക്കെ വരിക. പിന്നുള്ള ഒരു ഓപ്ഷൻ പൊസിഷനാണ്. നമുക്കറിയാം പൊസിഷൻ എന്താണ്, നമുക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ നോക്കിയേ, ഇവിടെ ഡീഫോൾട്ടായിട്ട് ഇപ്പം എടുക്കുന്നത് 8 പിക്സൽസ് ആണ്. അതായത് നമ്മുടെ ഈ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരുപാട് പിക്സൽസ് കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിക്സൽസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു 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 കള്ളികൾ. ഇപ്പം നമ്മളൊരു ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കിയേ, ഒരു പരിധിയിൽ കൂടുതൽ സൂം ചെയ്ത കുറേ കള്ളിക്കളികളായിട്ട് കാണാമല്ലേ, അതിനാണ് ഈ പിക്സൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ഈ ക്യാൻവാസും പിക്സൽസ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിത് തീരുമാനിക്കാം എത്രത്തോളം മൂവ് ചെയ്യണം, എത്ര പിക്സൽ മൂവ് ചെയ്യണം. ഇപ്പം ഞാൻ 1 പിക്സൽ 1px എന്ന് പറയുന്നത് പിക്സൽ എന്നാണ്. അപ്പോൾ 1 പിക്സൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ഈ ഏരോ മാർക്ക് യൂസ് ചെയ്ത് ഞാൻ മൂവ് ചെയ്യുമ്പോൾ നോക്കിയോ, നിങ്ങൾ ആ ക്യാൻവാസിൽ ശ്രദ്ധിച്ചോ, വളരെ ഒരു ചെറിയൊരു അനക്കം അവിടെ സംഭവിക്കുന്നുള്ളൂ. നേരെ മറിച്ച് ഞാനിത് ഇവിടെ ഒരു 25 പിക്സൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂവ് ചെയ്യുമ്പോഴോ 25ഓളം പിക്സൽസിൻ്റെ മൂവ്മെൻ്റ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി മുകളിലോട്ട് അതേപോലെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, താഴോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മൂവ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം, പൊസിഷൻ എന്നുള്ള രീതിയിൽ. പിന്നെ റിലേറ്റീവ് പൊസിഷൻ എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് പൊസിഷൻ കിട്ടുന്നത്. അതായത് റിലേറ്റീവ് പൊസിഷൻ എടുത്താൽ ഈ ക്യാൻവാസിൻ്റെ ഈ ബോർഡറിലെ ഈ കാണുന്ന ബോർഡർ അങ്ങോട്ട് എനിക്ക് മൂവ് ചെയ്ത് വെക്കണം. അതായത് പൊസിഷൻ അങ്ങോട്ട് ആക്കണം. അതായത് ലെഫ്റ്റിലെ ബോർഡറിലേക്ക് പൊസിഷൻ ആക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റിൻ്റെ ബോർഡറിലേക്ക്, ലെഫ്റ്റ് ബോർഡറിൻ്റെ സൈഡിലേക്ക് അത് മൂവ് ചെയ്തു. ഇനി റൈറ്റ് ബോർഡറിൻ്റെ സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിലോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി സെൻറ്ററിലേക്കാണെങ്കിലോ ഈ ഒരു ഓപ്ഷൻ. ഇനി മുകളിലോട്ട്, താഴേക്ക്, സെൻറ്ററിലോട്ട്, അങ്ങനെയാണ് ആ ഓപ്ഷൻസ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആ ബോർഡർ റിലേറ്റ് ചെയ്തിട്ടാണ് ആ പൊസിഷൻസ് നമ്മൾ തീരുമാനിക്കുന്നത് അവിടെ. പിന്നെ ഒരു ഓപ്ഷൻ സൈസാണ്. നമുക്കിത് അറിയാമല്ലോ സൈസ് എന്താണെന്ന്. അതായത് നമ്മുടെ സൈസ്, ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആങ്കർ പോയിന്റ് പിടിച്ചിങ്ങനെ വലിച്ചാലും പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ സൈസൊക്കെ കൊടുക്കേണ്ടി വരും. ആ ടൈമിലാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക. കാരണം എന്താണ്, ഈ സ്ലൈഡർ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് സൈസസ് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ല, വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എണ്ണം കറക്റ്റായിട്ട് വെച്ചിട്ട് സൈസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ഓപ്ഷനാണ് പാഡിംഗ് എന്ന് പറയുന്നത്. പാഡിങ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടെക്സ്റ്റിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരും. അതായത് ലെഫ്റ്റും റൈറ്റും പാഡിങ് ചെയ്യാൻ പറ്റും. ഒരു ഗ്യാപ്പ് ഇടാന്നൊക്കെ പറയാം, കാണാം. ഇങ്ങനെ പാഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം ഞാൻ ലെഫ്റ്റിലോട്ട് പാഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ആ പാഡിങ് ആ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് വരാണ് ചെയ്യുന്നത്. ഇനി ഞാൻ റൈറ്റ് സൈഡിൽ പാഡിങ് ചെയ്യുമ്പോഴോ റൈറ്റ് സൈഡിൽ സ്പേസ് വരും. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ കളറാണ്. നിങ്ങൾക്ക് അറിയാം കളേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കളർ വീലുണ്ട്, അതിൽ കളർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കളർ വീലിൽ നിന്ന് കറക്റ്റ് കളർ എടുക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കളർ കോഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ കണ്ടോ കളർ കോഡ് ഉണ്ട്. അത് ഈ ഒരു പെൻസിലിൻ്റെ ഈ ഒരു എഡിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കളർ കോഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, കളർ കോഡ് കറക്റ്റായിട്ട് ഇപ്പോൾ ഗൂഗിളിലൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ സ്പെസിഫിക് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ അതിൻ്റെ കളർ കോഡ് ഗൂഗിളിൽ കിട്ടും. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ കളർ അങ്ങനെ ചെയ്യാം. ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഡീഫോൾട്ടായിട്ടുള്ള ഗ്രേഡിയൻ്റ് ഉണ്ട്, ടെക്സ്റ്റിന് കൊടുക്കാം നമുക്ക്. ഈ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്ക് ഇനി ഇതിൽ ഓൾട്രേഷൻ വരുത്തണം, അതായത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് മാറ്റം. ഇതിനാണ് സ്റ്റോപ്പർ എന്ന് പറയുക, കളർ സ്റ്റോപ്പർ എന്നാണ് വിളിക്കുക നമ്മൾ. അപ്പോൾ ആ കളർ സ്റ്റോപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു കളറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കളർ ചേഞ്ച് വരുത്താം. ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്തു, കളർ എടുത്തു, ഞാനൊരു റെഡ് കളറിലേക്ക് സെലക്ട് ചെയ്യാണ്, ഓക്കെ കൊടുത്തു. അപ്പോൾ കണ്ടോ കളർ മാറി. ഇതിപ്പോൾ ഇതിൽ ഒരു ഐക്കൺ കണ്ടോ, ഇതിനനുസരിച്ച് അതായത് ഇത് ഏകദേശം നമുക്ക് ഗ്രേഡിയൻറ്റ് എങ്ങനെ ഏത് ലെവലിൽ ഏത് ഷേപ്പിൽ വേണമെന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി
സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണത്. ഇപ്പോൾ ഇവിടെ കാണാം അല്ലാണ്ട് തന്നെ ഒരു ഡീഫോൾട്ടായിട്ട് കുറേ ഗ്രേഡിയൻറ്റിൻ്റെ സ്റ്റൈൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർസ്പെക്ച്വൽ, ഗ്രേഡിയൻറ്റ്, അതുപോലെ തന്നെ റേഡിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഗ്രേഡിയൻറ്റ് സ്റ്റൈലുകളാണ്. ഇനി കുറച്ചും കൂടി നിങ്ങൾക്ക് ഗ്രേഡിയൻസ് അല്ലെങ്കിൽ ഇനിയും കളേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ കണ്ടില്ലേ, അത് ക്ലിക്ക് ചെയ്ത് കണ്ടോ പുതിയ സ്റ്റോപ്പർ വന്നു. ഒരെണ്ണോട് ക്ലിക്ക് ചെയ്ത് അടുത്ത വന്നു. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയ പുതിയ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ പുതിയ പുതിയ കളേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് ഗ്രേഡിയൻറ്റിൻ്റെ കളേഴ്സ് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഓക്കെ കൊടുത്താൽ കേട്ടോ ആ പിക്സൽ ലാബ് നമ്മളിപ്പോൾ കൊടുത്ത ആ ഗ്രേഡിയൻറ്റ് കളറായിട്ട് മാറി. അപ്പോൾ ഗ്രേഡിയൻറ്റ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടെക്സ്ചറാണ്. അതായത് ഈ ഒരു പിക്സൽ ലാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ്ടിന് ടെക്സ്ചർ കൊടുക്കണം. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് എടുത്തിട്ട് ടെക്സ്ചറായിട്ട് കൊടുക്കാം. ഞാൻ ആ ഗാലറി എടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ആ ഒരു ഇമേജിന് ടെക്സ്ചറായിട്ട് കൊടുക്കുന്നത് ഈ വുഡിൻ്റെ ഇമേജ്, അതായത് വുഡിൻ്റെ ടെക്സ്ചറാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സൈസാണ് വേണ്ടത് അതിനനുസരിച്ച് അതിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ഇതനുസരിച്ചായിരിക്കും. അപ്പം ഞാനിത് ഫുൾ എടുക്കുകയാണ് ഇപ്പോൾ തൽക്കാലം. ടിക്ക് കൊടുക്കുക. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും സൈസസ് ഡീഫോൾട്ടായുള്ള സൈസസ് ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ടിക്ക് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്സ്ചർ, ആ വുഡിൻ്റെ ടെക്സ്ചറാണ് അവിടെ വന്നിട്ടുള്ളത് ആ ഫോണ്ടിന്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഒപ്പാസിറ്റി. അറിയാലോ ഒപ്പാസിറ്റി എന്താണെന്ന്. ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാൻ കുറയ്ക്കാനുള്ളതാണ്. ഇവിടെ എഫക്റ്റ് ഷേഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഷേഡോൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഒപ്പം കുറയ്ക്കാൻ പറ്റും. തൽക്കാലം നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിന് ഇവിടെ ഷേഡോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാത്തത്. പിന്നെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അതല്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഐക്കണില്ലേ, ഈ ഒരു കർവ് പോലെ അത് പിടിച്ചും ചെയ്യാം. പക്ഷെ ആക്യുറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെയുള്ള ഒരു ഓപ്ഷൻ മാസ്ക് ഓപ്ഷനാണ്. മാസ്ക് എന്താണ്, പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അതായത് ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു പെൻ ടൂള് പോലെ ഒരു ടൂൾ ഉണ്ട് ഇവിടെ, ബ്രേസിയർ ടൂൾ എന്നൊക്കെ പറയാം. ആ ടൂൾ യൂസ് ചെയ്തിട്ട് മാസ്ക് ചെയ്യും. ഇപ്പം എനിക്ക് ഈ പിക്സലിൻ്റെ പി മാത്രം വേണ്ട, മാസ്ക് ചെയ്യണം. ഞാൻ ആ പി മാത്രം മാസ്ക് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ പി മാത്രം ഞാൻ വെച്ച് ബാക്കിയൊക്കെ ആ പി മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എനബിൾ കൊടുത്തു. കണ്ടോ ആ പി മാത്രം മാഞ്ഞു, മാസ്കായി. അതായത് നമ്മൾ മുഖത്ത് മാസ്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുക, മുഖം മറിയല്ലേ ചെയ്യുക. അതുപോലെ അതായത് ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഒരു ടൂള്, മാസ്ക് ടൂള്. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മാസ്ക് ടൂളിനെ പറ്റി. അപ്പോൾ മാസ്ക് ടൂളിൻ്റെ പൊസിഷൻസ്, ആങ്കർ പോയിന്റ്സ് ആഡ് ചെയ്യണത് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ വേറൊരു വീഡിയോ മാസ്ക് ടൂളിനെ പറ്റി ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ടൂള് ഇവിടെ കാണാം, ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ഫോണ്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാം. പിക്സൽ ലാബ് എന്നുള്ളത് അതെ ഈ അമർനാഥ് ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ട് എടുക്കുകയാണ്. അതുകൊണ്ടാണ് മൈ ഫോൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം ഫോണ്ട് ആഡ് ചെയ്യാനും ഫോണ്ടിൻ്റെ ഫോൾഡർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മലയാളം ഫോൺസൊക്കെ നമുക്ക് ആഡ് ചെയ്യാട്ടോ ഇതിൽ. അതാണ് ഇതിൽ എനിക്ക് തോന്നിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് മലയാളത്തിലൊക്കെ പോസ്റ്റർ ചെയ്യാം. പിന്നെ റീസെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തായിട്ട് ആഡ് ചെയ്ത ഫോണ്ടുകൾ അല്ലെങ്കിൽ യൂസ് ചെയ്ത ഫോണ്ടുകളാണ് കാണിക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്ത് കണ്ടോ ആ ഫോണ്ടായിട്ട് മതി. അമർനാഥ് ബോൾഡ് എന്ന് പറഞ്ഞ ഫോണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ ഫോണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ ബോൾഡ് ആക്കുക. ബി അമർത്തുകയാണെങ്കിൽ ബോൾഡ് ആക്കുക, ഐ അമർത്തുകയാണെങ്കിൽ ഇറ്റാലിക് ആക്കുക, യു അമർത്തുകയാണെങ്കിൽ അണ്ടർലൈൻ എന്നാണ്, അതായത് ഒരു അണ്ടർലൈൻ വരും. ഇതാണ് അത്രയ്ക്ക് ഓപ്ഷനാണ് അതിലുള്ളത്. പിന്നെ കർവ്, അതായത് നമ്മുടെ ഈ ഒരു ഫോണ്ടിനെ കർവ് ചെയ്യുക, ഇതിങ്ങനെ വളയ്ക്കുക, അത്രേ ഉള്ളൂ. ബെൻഡ് ചെയ്യുക എന്ന് പറയും. നെക്സ്റ്റ് ഓപ്ഷൻ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഈ ഫോണ്ടിന് ഇത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് തീരുമാനിക്കാം ഏത് കളർ വേണമെന്ന്. ഗ്രേഡിയൻറ്റ് കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻറ്റ് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പാഡിങ് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് എവിടം വരെ ഫ്രണ്ടിലോട്ട് വേണം, റൈറ്റിലോട്ട് വേണം, ടോപ്പ് എവിടം വരെ വേണം, ബോട്ടം എവിടം വരെ വേണം, റേഡിയസ് എങ്ങനെയാണ് വേണ്ടത് കണ്ടോ. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. ഇത്ര ഓപ്ഷൻസാണ് അതിലുള്ളത്. പിന്നൊരു ഓപ്ഷൻ അലൈൻമെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം അലൈൻമെൻറ്റ് എന്താണെന്ന്. അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ, ഇത്ര അലൈൻമെൻറ്റ്സ് ആണുള്ളത്. നിങ്ങൾക്ക് ഈ ഒറ്റ ഫോണ്ട് അല്ലെങ്കിൽ ഈ ഒറ്റ പിക്സൽ ലാബ് അത് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലൈൻമെൻറ്റ് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം എന്താണ് അലൈൻമെൻറ്റ്. പിക്സൽ ലാബ് എന്ന് കൊടുത്തു നമ്മൾ. ഇനി വെക്റ്റർ ഇമേജ് എന്ന് പറഞ്ഞാൽ സാർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഞാൻ കൊടുക്കുന്നത് ജിംബ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, ഇലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്, പിക്സാർട്ട്, 3D മായ, കുറച്ച് സോഫ്റ്റ്വെയർസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഓക്കെ കൊടുത്തു. ഈ ഇമേജ് അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ ഫോണ്ടുകളൊക്കെ ഇപ്പോൾ അലൈൻ ചെയ്തിട്ടുള്ള സെൻറ്റർ അലൈൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് സെൻറ്ററിലാണ് അലൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടി എനിക്ക് ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യാം, ഇത് റൈറ്റിലോട്ട് അലൈൻ ചെയ്യാനുള്ളത്. ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് ടോട്ടലി ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാമെന്ന് പറയും. അതായത് കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു ഭംഗിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരും, സ്പേസൊക്കെ കറക്റ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇത്ര ഓപ്ഷനാണ് അവിടെ ഉള്ളത്. പിന്നെ സ്പേസിംഗ് ആണ്. സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാണ്ടോ ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ്. ഇനി വേർഡുകൾ തമ്മിലുള്ള സ്പേസിങ് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് സ്പേസിങ് കൊടുത്താൽ കണ്ടോ, വേർഡ്സ് പല ടൈപ്പിലുള്ള വേർഡ്സ് തമ്മിലുള്ള, ഇപ്പോൾ ആ വെക്ടർ ഇമേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതിയതും ആ തമ്മിലുള്ള സ്പേസിങ് കണ്ടോ, വെക്ടറും ഇമേജും സ്പേസ് വരുന്നുണ്ടോ, അതാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് ലൈൻ സ്പേസിങ് ആണ്. അതായത് നമ്മുടെ ലൈൻസിൻ്റെ സ്പേസിങ് കണ്ടോ, ഇങ്ങനെ ലൈൻസിന് സ്പേസിങ് ഇടാം, താഴെ കൊടുക്കുന്നതിന് സ്പേസിങ് കൊടുക്കാം. പിന്നെ സ്ട്രോക്ക്, അതായത് ഈ ഇമേജിന് സ്ട്രോക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ആണ് എടുക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കളർ സ്ട്രോക്ക് ആയിട്ട് കൊടുക്കാം. സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് ഇവിടെ കൊടുക്കാം, എത്രത്തോളം വിഡ്ത്ത് വേണം സ്ട്രോക്കിന് എന്നുള്ളത് കൊടുക്കാം. ഗ്രേഡിയൻ്റ് കൊടുക്കാൻ വേണമെങ്കിൽ സ്ട്രോക്കായിട്ട്. ഇത്ര ഓപ്ഷൻസാണ് അവിടെ വരുന്നത്. പിന്നെ വരുന്നത് ഷേഡോ, അതായത് ഈ ഒരു ഫോണ്ടിന് ഷേഡോ കൊടുക്കണം, നിഴൽ കൊടുക്കണം. ഇങ്ങനെ ഷേഡോ കൊടുക്കാം. ഷേഡോൻ്റെ ഒപ്പാസിറ്റി നമുക്കിവിടെ തീരുമാനിക്കാം, ഷേഡോൻ്റെ കളർ നമുക്കിവിടെ തീരുമാനിക്കാം. ബ്ലറാക്കുന്നത്, ഷേഡോ എത്രത്തോളം ബ്ലറാക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഔട്ടർ ഗ്ലോ കൊടുക്കുകയാണെങ്കിൽ ഔട്ടർ ഗ്ലോ എനേബിൾ ചെയ്യാം. അതായത് ഈ ഫോണ്ടിൻ്റെ ഔട്ടർ സ്പേസിലൊരു ഗ്ലോ ഫീൽ ചെയ്യും, അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കണ്ടോ, ഓഫ്സെറ്റ്, അതായത് ഒരേ ആക്സിസിലും എത്രത്തോളം ആ ഷേഡോ നീക്കം വരുത്തണം, ഇതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇത്ര ഓപ്ഷൻസാണ് അതിലുള്ളത്. ഷേഡോ, പിന്നെ ഇന്നർ ഷേഡോ, അതായത് ഈ ഒരു ഫോണ്ടിൻ്റെ ഉള്ളിൽ, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഷേഡോ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഉള്ളിലാണ് ഷേഡോ കൊടുത്തിരിക്കുന്നത്, നേരത്തെ താഴെയായിരുന്നു ഷേഡോ വന്നത്. ബ്ലർനെസ്സൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, കളേഴ്സ് തീരുമാനിക്കാം. ബ്ലാക്ക് കളർ ഇന്നർ ഷേഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ എംബോസ് എന്ന് പറഞ്ഞൊരു 3D എഫക്റ്റ് നമുക്ക് ആ ടെക്സ്റ്റിന് കിട്ടും. കണ്ടോ, ഒരു 3D എഫക്റ്റ് കിട്ടും. അതുപോലെ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാം. കണ്ടോ, ലൈറ്റ് മാറുന്നതനുസരിച്ച് ആ ഷേഡോയിലും വ്യത്യാസം വരും. ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ആംബിയൻ ലൈറ്റിംഗ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഹാർഡ്നെസ്, ബിവൽ, എത്രത്തോളം ബിവലാക്കണം, ഒരു 3D ഫീൽ കൊണ്ടുവരാം നമുക്ക്. ഇത് കാണാം. ആ ഒരു ലൈറ്റ് മാറ്റുന്നതനുസരിച്ച് കണ്ടോ, ഷേഡോയിൽ മാറണം. ലൈറ്റ് ഒരു ഭാഗത്തും നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ ഷെയ്ഡുമാണ് വരുന്നത്. പിന്നുള്ളൊരു ഓപ്ഷൻ പേഴ്സ്പെക്റ്റീവ് ആണ്. പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഹോർഡിങ് നിങ്ങളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഓരോ ജ്വല്ലറിയുടെ പരസ്യങ്ങളൊക്കെ വലിയ ഹോർഡിങ്സുകൾ. അപ്പോൾ അതെന്താ, ചെരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവിൽ, ചെരിഞ്ഞിട്ടൊരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും അത് കാണാം. അപ്പോൾ അതുപോലത്തെ ഇമേജസിലൊക്കെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻ ഞാൻ എനബിൾ ആക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ആ ഹോർഡിങ് ഇരിക്കുന്നത് നമ്മൾ അകലെ നിന്നൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ടെക്സ്റ്റൊക്കെ അതിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ആണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ 3D റൊട്ടേറ്റ്, അതായത് ഇത് നമ്മുടെ ഈ ഒരു ഇമേജ് 3D ലെവലിൽ നമുക്ക് ഇങ്ങനെ കണ്ടോ റൊട്ടേറ്റ് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസിലും റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ 3D ടെക്സ്റ്റ് അറിയാലോ, നമ്മുടെ ടെക്സ്റ്റിന് 3D എഫക്റ്റ് കൊടുക്കുക. ഡെപ്തൊക്കെ നമുക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ലിക് 3D, പേഴ്സ്പെക്റ്റീവ് 3D, ഏത് ടൈപ്പ് ഓഫ് 3D വേണം. ആ ഡെപ്തിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡിയൻ കളർ കൊടുക്കാം കേട്ടോ. 3D എഫക്റ്റിന് ഗ്രേഡിയൻ കളർ കൊടുക്കാം. പിന്നെ ആ 3Dയുടെ ആ ഒരു ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനും എക്സ് ആക്സിസിലേക്കും തിരിക്കാനൊക്കെ ഉള്ള ഓപ്ഷനാണ്. പിന്നെ ആ 3Dയുടെ ലൈറ്റിംഗ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇൻറ്റൻസിറ്റി, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഷേഡോ ആണെങ്കിൽ കൂട്ടി കൊടുക്കാം, ഹാർഡ്നെസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3D എഫക്റ്റിൽ ആ ഒരു ടെക്സ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നല്ല ഭംഗിക്കൊക്കെ ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ 3D ഷേഡോ, അതായത് ഈ ടെക്സ്റ്റിന് ഷേഡോ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്ര പേര് വേണ്ട, ഇത്ര പേര് കൊടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് പിക്സൽ ലാബിന് ഒരു ഷേഡോ കൊടുക്കാം. പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിന് ജസ്റ്റ് ഒരു ഷേഡോ കൊടുക്കാം. ഞാനിവിടെ ഈ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഈ ഒരു ടെക്സ്റ്റിന് 3D ഷേഡോ കൊടുക്കുകയാണ്. ഇതിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്, കണ്ടോ ഷേഡോ വന്നിട്ടുണ്ട്. ഷേഡോൻ്റെ ഒപ്പാസിറ്റി നമുക്ക് തീരുമാനിക്കാം. ഷേഡോൻ്റെ കളർ ഏതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. പുതിയ കളർ കൊടുക്കണേ അങ്ങനെ കൊടുക്കുക. പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ബ്ലർനെസ്സും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഷേഡോനെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ എക്സ്പാൻഡ് ചെയ്യാം. ഇത്ര ഓപ്ഷൻസ് ആണ് അതിലുള്ളത്. പിന്നെ റിഫ്ലക്ഷൻ, നിങ്ങൾക്ക് അറിയാം റിഫ്ലക്ഷൻ എന്താണെന്ന്. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാം ടെക്സ്റ്റിനെ. ഇത്ര ഓപ്ഷൻസ് ആണ് ടെക്സ്റ്റിലുള്ളത്, ടെക്സ്റ്റ് ഓപ്ഷനിലുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ടൂൾസ് ആണ്. സ്റ്റിക്കർ, ഇമ്പോർട്ട്, ഡ്രോ, ഷേപ്പ്, പിന്നെ ബീസിയർ ടൂള്, ആരോ ടൂള്. ഈ ടൂൾസിനെ കുറിച്ചാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഞാൻ എന്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണതെന്ന് വെച്ചാൽ ഒന്നറിയാത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഓ ഇതായിരുന്നല്ലേ ഇതിൻ്റെ യൂസ് എന്നും മനസ്സിലാക്കുന്ന, തിരിച്ചറിയുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.